ദീപക് മോഹൻ, ഈ രാപ്പകൽ സമരം എപ്പോഴാണ് തുടങ്ങുക? ഇന്നിപ്പോൾ ദീപക് മോഹൻ പ്രതികരണം എടുത്തു വനംവകുപ്പ് മന്ത്രിയുടെ. വനംവകുപ്പ് മന്ത്രി പറയുന്നത് സർക്കാർ കഴിയുന്നതൊക്കെ സർക്കാർ ചെയ്യുന്നു, സഹായം കിട്ടുന്നതിൽ സന്തോഷമുണ്ട് തുടങ്ങിയ കാര്യങ്ങളല്ലാതെ ഈ കർഷകരോ വയനാട്ടിലെ മനുഷ്യരോ പറയുന്ന പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരത്തിൻ്റെ എന്തെങ്കിലും പദ്ധതി ഈ സർക്കാരിൻ്റെ കയ്യിലുള്ളതായിട്ട് തോന്നിയോ ദീപക്? അരുൺകുമാർ, നമ്മൾ രാവിലെ വനം വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച സമയത്ത് ഇത്തരത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ കർഷകരുടെ കർഷകർ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്ന രീതിയിലുള്ളൊരു പ്രതികരണം വനം വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതോടൊപ്പം ഫലപ്രദമായി ഈ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ഫലപ്രദമായ രീതിയിൽ പരിഹാരങ്ങൾ മാർഗങ്ങൾ കാണും എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രതികരണം നടത്തി. അതോടൊപ്പം ഈ പുൽപ്പള്ളിയിലെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് പൊതുമുതൽ നശിപ്പിച്ചതിനും അതുപോലെ തന്നെ ഈ വനം വകുപ്പ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഈ വീടുകൾ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച ആളുകളുടെ വീടുകൾ സന്ദർശിക്കുന്നതോ അല്ലെങ്കിൽ അവിടെ പോയി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ആളുകൾ പോകുന്നതല്ല, സർക്കാർ എങ്ങനെ കാര്യക്ഷമമായി ഇതിൽ ഇടപെടുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇന്ന് സർവകക്ഷി യോഗം 3 മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ബത്തേരിയിൽ 10 മണിയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം ഉച്ചയോടുകൂടിയായിരിക്കും. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുമോ? ഇന്നിപ്പോ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം നടക്കാൻ പോവുകയല്ലേ ദീപക്? നിലവിൽ രാപ്പകൽ സമരം ആരംഭിക്കുന്നത് കൽപ്പറ്റ സിവിൽ സ്റ്റേഷന് മുൻപിലാണ്. കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ രാപ്പകൽ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സർവകക്ഷി യോഗം നടക്കുന്നത് സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ കൗൺസിൽ ഹാളിലാണ്. ഈ സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ കൗൺസിൽ ഹാളിൽ ബന്ധപ്പെട്ട 3 മന്ത്രിമാരും, അതായത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്, ഒപ്പം വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രനും മറ്റ് സർവകക്ഷി നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികളും ഉണ്ട്. ഇവരോടൊപ്പമായിരിക്കും ഈ സർവകക്ഷി യോഗം നടക്കുക. മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം ഈ വയനാട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതുപോലെ പഞ്ചായത്തിലെ എല്ലാ പ്രസിഡന്റുമാരുമായും ചേർന്നുള്ള ചർച്ചയും നടക്കും. പ്രധാനമായും വന്യമൃഗങ്ങൾ ഈ ജനവാസ മേഖലയിൽ നിലവിൽ കൽപ്പറ്റയിലും ബത്തേരിയിലുമെല്ലാം വലിയ പോലീസ് സന്നാഹങ്ങളുണ്ട്. പോലീസ് വാഹനങ്ങളിൽ നിരവധി പോലീസുകാർ സുരക്ഷയുടെ ഭാഗമായി. ദീപക് മോഹൻ ആ വിവരം ദീപക് മലയമ്മ നൽകും. ദീപക് മലയമ്മ ഇപ്പോൾ ഉള്ളത് സർവകക്ഷി യോഗം നടക്കുന്ന ബത്തേരിയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദീപക്, വെരി ഗുഡ് മോർണിംഗ്. ദീപക് മലയമ്മ, സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ഉണ്ടാകുമോ? കോൺഗ്രസിന്റെ രാപ്പകൽ സമരവും ഒക്കെ ആയിട്ട് സമരം ചെയ്യാൻ പോകുമ്പോൾ അവരിന്ന് ഈ സർവകക്ഷി യോഗത്തിൽ എത്തുമോ? എത്തിയാൽ തന്നെ ശക്തമായ പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ടോ? പോലീസ് സേനയൊക്കെ വിന്യസിച്ചിട്ടുണ്ടോ? പുൽപ്പള്ളിയിൽ കണ്ടതുപോലെയുള്ള ഒരു ആൾക്കൂട്ടം ബത്തേരിയിലേക്ക് വരുമോ ഇന്ന്? വെരി ഗുഡ് മോർണിംഗ്. അരുൺകുമാർ, പ്രതിഷേധ സാധ്യതകൾ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാമെന്ന് കരുതുന്നു. ഈ പോലീസ് സന്നാഹം സജീവമായി തന്നെ ഈ മുനിസിപ്പൽ ഹാളിൻ്റെ അടുത്തേക്ക്, മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ ഗേറ്റ് കടന്ന് തൽക്കാലം ഇപ്പോൾ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് പോലീസ് എടുത്തിരിക്കുന്ന നിലപാട്. കുറച്ച് കഴിയുന്നതോടുകൂടി അത്തരത്തിൽ ഈ യോഗം നടക്കുന്നതോടുകൂടി അവിടേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നിലവിൽ ഇവിടെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ എന്നുള്ളതാണ് പോലീസിൻ്റെ കർശനമായ നിർദ്ദേശം. മറ്റൊരു കാര്യം അരുൺ ചോദിച്ചത്, ഈ ടി സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെയൊക്കെ ജനപ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ്. സ്വാഭാവികമായി ഇന്നലെ ഇതേ ചോദ്യം ഞാൻ അവരുടെ ഭാഗത്ത് നിന്ന് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പറഞ്ഞത് ഈ ഒരു യോഗം എന്ന് പറയുന്നത് ഈ വയനാട് ജില്ലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ നടക്കേണ്ട യോഗമാണ്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കും, കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് പ്രതിനിധികളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ആദ്യഘട്ടത്തിൽ സർവകക്ഷി യോഗമാണ്. അതിൽ ഇന്നലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ആ യോഗവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള നിലപാടാണ്. പക്ഷേ അവരുടെ പ്രതിനിധികളെ ഇവിടേക്ക് വിടുമോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തത ഈ ഒരു ഘട്ടം വരെ കൈവന്നിട്ടില്ല എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കും. പക്ഷേ അതിലും പ്രതിഷേധ സാധ്യത നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ ഏതാണ്ട് 12 മണിക്കാണ് ജില്ലയിലെ 23 തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെല്ലാം ചേരുന്ന ജനപ്രതിനിധികളുടെ യോഗം നടക്കുന്നത്. ആ യോഗത്തിലാണ് കൃത്യമായി ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായ ആലോചനകൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കിട്ടിയ
കിട്ടിയ വിവരം. അങ്ങനെ സർക്കാർ തന്നെ ഇടപെട്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇടപെട്ട് നിയോഗിച്ചിരിക്കുന്ന മന്ത്രിതല സംഘമാണ്. ആ മൂവർ സംഘം ഇവിടേക്ക് എത്തുമ്പോൾ നമുക്കറിയാം മന്ത്രി ശശീന്ദ്രനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് എം.ബി. രാജേഷും ഒപ്പം തന്നെ മന്ത്രി കെ രാജനും ഇവിടേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയൊക്കെ വയനാട്ടിലേക്ക് എത്തിയതിനു ശേഷം കർണാടക സ്വീകരിച്ച ഒരു നിലപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കർണാടക നേരിട്ട് കേരളത്തെയും തമിഴ്നാടിനെയും വിളിച്ചുകൊണ്ട് സംയുക്തമായ ഒരു യോഗം ഈ വന്യമൃഗശല്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാഷ്ട്രീയമായ ഒരു നീക്കം കോൺഗ്രസ് നടത്തുമ്പോൾ കൃത്യമായി ഇന്ന് ഒരു പരിഹാര മാർഗം എന്നുള്ള നിലയിൽ കാര്യങ്ങളെ എത്തിക്കണം എന്നുള്ള ഒരു സമീപനം സ്വാഭാവികമായും ഇപ്പോൾ മന്ത്രി കെ രാജൻ ഇത് കടന്നു പോകുന്നുണ്ട്. അദ്ദേഹം ഫോറസ്റ്റ് ഐബിയിലേക്ക് പോകും. അതിനുശേഷമായിരിക്കും മുനിസിപ്പൽ ഹാളിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ആ നീക്കത്തെ ഏത് വിധേനയും ചെറുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ എങ്ങനെയാണ് വയനാട് ഈ ഒരു വിഷയത്തിൽ അതിജീവനം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരിക്കും മന്ത്രി എം.ബി. രാജേഷും ഒപ്പം തന്നെ കെ രാജനും ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രമ്യമായ ഒരു പ്രശ്നപരിഹാരം എന്നുള്ള നിലയിലേക്ക് തന്നെ സർക്കാർ ഈ കാര്യത്തെ കൊണ്ടുപോകും. പ്രശ്നങ്ങൾ ദ്രുതഗതിയിൽ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അതിനൊരു കർമ്മ പദ്ധതി എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള നീക്കം ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും പ്രതിഷേധ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കളയാൻ സാധിക്കില്ല. പോലീസ് അകത്തേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്നുള്ള നിലപാടെടുക്കുന്നത്. ഇപ്പോൾ ഗേറ്റ് പൂട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധം നിങ്ങളായിട്ട് വിളിച്ചു വരുത്തേണ്ട എന്നുള്ള നിലപാട് പോലീസ് വിളിച്ചു ചേർക്കുന്ന പ്രതിഷേധങ്ങളല്ല ആളുകൾ. അതെ 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 ഇവർ ഞാൻ ചോദിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെയുള്ള CIയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ പാവപ്പെട്ടവരെ ഒന്നും ഇങ്ങനെ കുരുക്കിലാകേണ്ട സാഹചര്യം ഉണ്ടാകേണ്ട, അവരിങ്ങനെ ഇവിടെ സംഘടിക്കേണ്ട, അതുകൊണ്ട് കൃത്യമായ ഒരു ഡയറക്ഷൻ കിട്ടിയിരിക്കുന്നത് തൽക്കാലം ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളും പുറത്തു നിൽക്കൂ, അതിനുശേഷം മന്ത്രിമാരൊക്കെ എത്തിയതിന് ശേഷം എന്താ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യാമെന്നുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു പ്രതിഷേധം, വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടാകുമെന്ന് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി സംഘർഷം ഒക്കെ കൈവിട്ടു പോയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലൂടെ സംഘടിപ്പിക്കാനുള്ള സാധ്യത തുലോം തുച്ഛമാണ്. പ്രത്യേകിച്ച് 3 മന്ത്രിമാരുണ്ട്, അത്തരത്തിലുള്ള പോലീസ് ബന്ദോബസ്തുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വലിയൊരു പ്രതിഷേധത്തിന് സാധ്യതയില്ല. അതേസമയം തന്നെ ഈ മന്ത്രിതല സംഘം ഉച്ചയ്ക്ക് ശേഷം പടമലയിലെ അജീഷിന്റെ വീട്ടിലും പാക്കത്തെ പോളിന്റെ വീട്ടിലേക്കും ഒക്കെ എത്തുന്നുണ്ട്. അവിടേക്ക് എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരുടെ വൈകാരിക പ്രതികരണം സുൽത്താൻ ബത്തേരിയിൽ ഈ സർവകക്ഷി യോഗം നടക്കുന്നിടത്ത് നാട്ടുകാരെത്തി വലിയ പ്രതിഷേധം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്നാണ് വളരെ കൃത്യമാണ്. ഉച്ചയ്ക്ക് ശേഷം പടമലയിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ നാട്ടുകാർ പ്രതിഷേധിച്ചേക്കാം എന്നതാണ്. വലിയ പോലീസ് സന്നാഹമുണ്ട് ബത്തേരിയിൽ. അല്പസമയത്തിനുള്ളിൽ മന്ത്രിമാരായ കെ രാജൻ, ഒപ്പം വനംവകുപ്പ് മന്ത്രി, തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് എന്നിവരെത്തും. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമുക്ക് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. സർവകക്ഷി യോഗം തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും ഒരിക്കൽ കൂടി നമുക്കൊന്ന് വയനാട്ടിലേക്ക് പോകേണ്ടതുണ്ട്.